ഭരണഘടനയായി സർക്കാരിന്റെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത അടിമകളിലൂടെ നിശ്ചയിച്ചു നൽകിയ മതമാണ്. ഈ ലോകത്ത് മനുഷ്യോത്പത്തിയുടെ തുടക്കം മുതൽ തന്നെ വിശുദ്ധ ഇസ്ലാം എന്ന ആശയം, വിശുദ്ധ ഇസ്ലാം എന്ന മതം തുടക്കം കുറിക്കുകയാണ്. ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാം മുതൽ ഈ ലോകം അവസാനിക്കുന്നത് വരെ ജീവിക്കുന്ന മനുഷ്യർക്ക് ആവശ്യമായ ധാർമ്മികത മുഴുവനും പകർന്നു നൽകിക്കൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം എന്ന സുന്ദര മതത്തിന്റെ ഈ സൃഷ്ടാവ് ലോകർക്ക് വേണ്ടി സമീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കേരളക്കര എന്നത് ഈ മതത്തിന്റെ ഏറ്റവും അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ഈ ലോകത്തിന് മുഴുവനും മാതൃകയാകുന്ന നേതാവ് ഉദയം ചെയ്തതു മുതൽ ഇനിയൊരു തിരുത്തലുകൾ ആവശ്യമില്ലാത്ത രീതിയിൽ, ഇനിയൊരു കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമില്ലാത്ത രീതിയിൽ സമ്പൂർണമായി ഈ മതത്തെ അവതരിപ്പിക്കുകയായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ കേരളത്തിൽ അന്ന് മുതൽക്കു തന്നെ, ഹിജ്റ 5 മുതൽക്കു തന്നെ എന്ന് ചരിത്ര വിദ്യാർത്ഥികൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തു തന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ വെളിച്ചം എത്താൻ ഭാഗ്യം ലഭിച്ച നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം എന്നത്. ആ കേരളത്തിൽ അന്ന് മുതൽ ഇന്നു വരെ പരമ്പരാഗതമായി മഹാന്മാരായ സ്വഹാബികളിലൂടെ, അവർക്ക് ശേഷം താബിഈങ്ങളിലൂടെ, അവർക്ക് ശേഷം വന്ന മഹത്തുക്കളായ ഔലിയാക്കളിലൂടെ, ഇമാമിയങ്ങളിലൂടെ കൈമാറ്റം ചെയ്തു വന്ന വിശുദ്ധ ഇസ്ലാം എന്ന സുന്ദര ദർശനത്തിന് വേണ്ടി ജീവിച്ച് വഫാത്തായി പോയ ഒരുപാട് മഹത്തുക്കളെ നമുക്ക് അനുസ്മരിക്കാനുണ്ട്. ഒരാൾക്കും എതിരഭിപ്രായമില്ലാത്ത രീതിയിൽ എവിടെയും ആശങ്കയുടെയോ അല്ലെങ്കിൽ പ്രതിലോമ പ്രവർത്തനങ്ങൾക്കോ നേതൃത്വം നൽകാത്ത രീതിയിൽ സുന്ദരമായ വിശുദ്ധ ഇസ്ലാം എന്ന ദർശനത്തെ സുന്ദരമായി കൊണ്ട് തന്നെ മഹാന്മാരായ ഔലിയാക്കൾ, സ്വഹാബത്ത്, നേതാക്കൾ, സാദാത്യങ്ങൾ ഇവിടെ വരച്ചു കാണിക്കുകയായിരുന്നു. ഒരാളോടും വിദ്വേഷമില്ല, ഒരാളോടും ആക്രമിക്കേണ്ട ആവശ്യമില്ല, മറ്റൊരാൾ അതിക്രമമായി പെരുമാറേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ വിശുദ്ധ ഇസ്ലാം എന്ന സുന്ദരമായ ദർശനത്തെ ഈ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു പോന്നിട്ടുണ്ട്. നമുക്കറിയാം, മഹാന്മാരായ സ്വഹാബത്ത്, അതിനുശേഷം അവിടുത്തെ പിൻഗാമികളായി വന്ന മഹാന്മാർ, നമുക്കറിയാം പൊന്നാനി നേതൃത്വമായി നൽകുന്ന പ്രിയപ്പെട്ട മഖ്ദൂമുമാർ, അങ്ങനെ മമ്പുറത്തങ്ങളും ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അടക്കമുള്ള വലിയ വലിയ മഹാന്മാർ ഈ വിശുദ്ധ മതത്തിന്റെ സുന്ദരമായ ദർശനങ്ങൾ ഈ ലോകർക്ക് മുന്നിൽ